സുഹൃത്തുക്കളെ, വളരെ ദേഷ്യവും വിഷമവും തോന്നിയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ്റെ മരണം നമ്മളെല്ലാവരെയും അത്രയധികം വിഷമിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഏറ്റവും പുതിയതായിട്ട് ന്യൂസിൽ പുറത്തു വന്നിട്ടുള്ള വിവരം എന്താ വെച്ചാൽ, മെയ് 3-ാം തീയതി, അതായത് ഈ കുഞ്ഞ് മരിക്കുന്നതിൻ്റെ 26 ദിവസം മുന്നേ മെയ് 3-ാം തീയതി ഈ കുട്ടിയുടെ അമ്മമ്മ, ഈ അഖില എന്ന് പറഞ്ഞിട്ടുള്ള ആ താടകയുടെ അമ്മ റീന എന്ന് പറഞ്ഞിട്ടുള്ള അവർക്ക് ഈ കുട്ടിയുടെ കൈ ഒടിഞ്ഞതിൽ സംശയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ചൈൽഡ് ലൈനിനെ വിളിച്ചിട്ട് വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിവരം പറഞ്ഞിരുന്നു. ആ വിവരം പറഞ്ഞ സമയത്ത് അന്ന് അവിടുന്ന് ഫോൺ എടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥനായിട്ടുള്ള നായിൻ്റെ മോൻ എന്ന നായക്കൾക്കും കൂടി ഞാൻ അവരെയും കൂടി ഞാനത് ഇതിലാക്കുകയാണ്. അത്രയും ഞാൻ എന്ത് പേര് പറഞ്ഞ് വിളിക്കണം എന്നുള്ളതാണ് അറിഞ്ഞത്. തെറിയൊക്കെ അവന് കുറഞ്ഞു പോകും. അങ്ങനെ ഒരുത്തൻ അവിടെ ഫോൺ എടുത്തിട്ട് നിങ്ങൾക്കതൊരു തോന്നലാവും, നിങ്ങൾക്ക് നിങ്ങളെ മരുവനെ കാണാത്തതുകൊണ്ട് തോന്നലാവും, ഇതിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ അമ്മേനെ അന്ന് ഒഴിവാക്കി വിട്ടു. 3-ാം തീയതി ചൈൽഡ് ലൈനിൽ ഈ വിവരം കിട്ടിയിട്ടുണ്ട്. 3-ാം തീയതി ചൈൽഡ് ലൈനിൽ ഈ ഒരു വിവരം കിട്ടിയിട്ട് പോലും ഒരു ആക്ഷനും അതിനെ എഗെയിൻസ്റ്റ് എടുത്തിട്ടില്ല. ആ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്, ഞാൻ അതിൻ്റെ കൂടെ പ്ലേ ചെയ്യാം. ആരാണ് ഈ ഉദ്യോഗസ്ഥനെങ്കിൽ അവൻ നരകിച്ച് മരിക്കും, എനിക്ക് അത്ര പറയാനുള്ളൂ. കാരണം അവനവൻ്റെ കൃത്യനിർവഹണം ഇതുപോലത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, ചൈൽഡ് ലൈൻ പോലത്തെ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരാളൊരു വിവരം അവർ വിളിച്ച് പറയുന്ന സമയത്ത് ഇത്രയും ലാഘവത്തോടെ കേൾക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പാടില്ല. സർവീസിൽ നിന്നല്ല, അവൻ ഈ ഭൂമിയിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല. ഞാൻ ആ വോയിസ് ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ചേർക്കാം. ന്യൂസിൽ വന്നിട്ടാണ്, നിങ്ങൾ കേട്ടിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇന്നലെ എൻ്റെ മരുമകളെ എനിക്ക് ഒരു ഫോട്ടോയും വീഡിയോസൊക്കെ അയച്ചെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അവൾ തന്നെ വോയിസ് അയച്ചേക്കുന്നുണ്ട്, കുഞ്ഞ് വീണു എന്ന് പറഞ്ഞിട്ടാണ്. അതായത് കൊച്ചിന് സ്ഥലപ്പെട്ട ഒരു വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് സിറ്റ് ഔട്ട് ഇത്തിരി പൊക്കമുള്ളതായിരുന്നു. അവിടെ നിന്ന് 3 കാരണം മറിഞ്ഞു. ഇപ്പൊ ഞാൻ നിലവിൽ ഇതുവരെയും വിളിച്ചിരുന്നില്ല, മോളെ വിളിച്ചിട്ടില്ല. അപ്പോൾ കുഞ്ഞിന്റെ അപ്പൊ ഇങ്ങനെ ഒരു പക്ഷേ വണ്ടിയിൽ നിന്ന് കുഞ്ഞ് വീണിട്ടുണ്ട് എങ്കിൽ തന്നെയും കുഞ്ഞിന്റെ ദേഹത്തൊക്കെ മുറിവ് കാണണം. പക്ഷെ കുഞ്ഞിന്റെ മറ്റ് ഒരു സ്ഥലത്ത് മുറിവ് ഞങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ടില്ല. 2 കൈയിലും. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ കുട്ടിയെ അയാൾ ഉപദ്രവിച്ചു എന്നാണോ പറയുന്നത്? അതെ, എനിക്ക് അങ്ങനെ സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ എന്തൊക്കെ വിഷയങ്ങളുണ്ട് പലതും ഐഡിയ ചെയ്യുന്നുണ്ട്. അല്ല, നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കുട്ടിയെ നോക്കുന്നതിന് ഒരു വിഷയവും ഇല്ല. എനിക്ക് സന്തോഷമാണ്. എന്റെ വീട്ടിൽ നിന്നിട്ട് കുട്ടി നല്ല സന്തോഷത്തിലാണ് നിന്നത്. 3 മക്കളെ തെറ്റി വളർത്തിയെങ്കിലും ഇതുവരെയും എന്റെ കുഞ്ഞുങ്ങളുടെ ദേഹം പോലും മുറിയാൻ അനുവദിക്കാണ്ടാണ് ഞാൻ വളർത്തിയത്. പക്ഷെ അവള് എങ്ങനെ ഈ കുട്ടിയോട്, അവളിപ്പോ ചിലപ്പോ ഒരുപക്ഷെ അവള് അടുക്കളയിൽ എവിടെയെങ്കിലുമൊക്കെ നിന്നപ്പോഴത്തേക്ക് ഇവൻ ആ വണ്ടിയോടുകൂടി ഇനി എടുത്ത് എറിഞ്ഞതാണോ, ഇനി അവനെ അടിച്ചെടുത്തതാണോ എന്നൊക്കെ ഉള്ളൊരു സംശയം. നമ്മുടെ ചിന്താഗതിയല്ലേ, അതൊന്നും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അത് നിങ്ങൾക്ക് അയാളടുത്തുള്ള ദേഷ്യങ്ങളോട് ചിലപ്പോൾ തോന്നുന്നതാവാം. ഇപ്പൊ കുട്ടി തന്നെ വീണത് തന്നെയാവാം. നമ്മൾ എന്ത് ചിന്തിക്കുക? എന്തായാലും അത് പോലീസ് ഒന്ന് അന്വേഷിക്കട്ടെ.